ഇതുപോലെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു കോഴിമുട്ട, അര കപ്പ് പാലും പാകത്തിനുള്ള ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് മാവ് സെറ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇനി കുഴച്ചെടുത്ത മാവ് ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നനഞ്ഞ തുണി വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഒരു 20 മിനിറ്റിന് ശേഷം മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള ബോൾസ് മാവ് എടുക്കാം. എന്നിട്ട് ഇതുപോലെ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് തിന്നായി പരത്തി എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് രണ്ടാക്കി മടക്കി ചുരുട്ടി ഈ ഒരു രീതിക്ക് ആക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് കുറച്ച് വട്ടത്തിൽ അങ്ങോട്ട് പരത്തിയെടുക്കാം. ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാം. ഇനി പൊട്ടും എണ്ണ വേണ്ടാത്തവർക്ക് ഡ്രൈ ആയിട്ടും ചുട്ടെടുക്കാം. ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോൾ ഒരു 5-6 വരുമ്പോൾ നമ്മൾ ഈ പൊറാട്ടയ്ക്കൊക്കെ ഒന്ന് അടിച്ചെടുക്കില്ലേ, ആ ഒരു രീതിക്കൊന്ന് അടിച്ചും കൂടെ എടുത്തതിനുണ്ടല്ലോ നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ട്രൈ ചെയ്യുന്നൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കും.